പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവ്. ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവ് എങ്ങനെയാണ് സുവിശേഷം ഒരാളെ ഭാഗ്യപ്പെട്ടത് എന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം ഇതാണ്, 6-ാമത്തെ വചനം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. They will be satisfied. അവർ സംതൃപ്തരാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നീതി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിസ്, അതല്ല ഇവിടെ നീതി. ഇംഗ്ലീഷ് ബൈബിളിൽ റൈച്ചസ്നെസ് എന്നാണ്. എന്ന് വെച്ചാൽ അർത്ഥം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഡൂയിങ് ജസ്റ്റിസ്, നോ, ബീയിങ് ജസ്റ്റ്. മോറലി, സ്പിരിച്വലി I am a just person before God. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ധാർമ്മികമായിട്ടും പ്രിയപ്പെട്ടവരെ വിശുദ്ധിപരമായിട്ടും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നൊരു വ്യക്തിയാണോ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഞാൻ നീതിയായൊരു കാര്യം ചെയ്യുന്നു എന്നതല്ല ഇതിനർത്ഥം. റൈച്ചസ്നെസ് ബിഫോർ ഗോഡ്, ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നൊരു വ്യക്തിയാണ്. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. റൈച്ചസ്നെസ്, ഞാൻ ദൈവത്താൽ മോറലി ഐ ആം കറക്റ്റ്. ഞാൻ ദൈവത്താൽ ന്യായീകരിക്കപ്പെടുന്നുണ്ടോ, ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ. ജോസഫിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ്. ജോസഫിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ്. ദൈവം അംഗീകരിച്ച ഒരു ജീവിതം, ദൈവം അംഗീകരിച്ചൊരു ജീവിതം. എന്താണ് അതിൻ്റെ ഫലം? ആ വ്യക്തി സംതൃപ്തി അനുഭവിക്കും. സുവിശേഷത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മകനോട് പറഞ്ഞു, തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക. അവൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും പോയില്ല. രണ്ടാമത്തവനോട് പറഞ്ഞു, പോവുക. അവൻ പറഞ്ഞു, ഞാൻ പോകില്ല. പക്ഷെ അവൻ പോയി. എൻ്റെ ചോദ്യമുണ്ട്, ആരാണ് നീതീകരിക്കപ്പെട്ടത്? ആരാണ് അവിടെ റൈറ്റ്? രണ്ടാമത്തവൻ. അവൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും അവൻ പോയി. എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സാക്ഷിയുടെ ലെവലിൽ ഹീസ് റൈറ്റ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഞാൻ ഒരു ഭർത്താവാണ്, ഞാനൊരു ഭാര്യയാണ്. ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. എല്ലാവരും പറയുന്ന കാര്യം, അച്ഛാ എന്തിൻ്റെ കുറവാണ് ഉള്ളത്? എന്തിൻ്റെ കുറവാണ് ഉള്ളത്? ഞാൻ എന്ത് കുറവാണ് വരുത്തിയിട്ടുള്ളത്? ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. മക്കൾ ഒരു തിന്മയിലേക്ക് പോയി കഴിയുമ്പോൾ, മക്കൾക്കൊരു തെറ്റ് പറ്റി കഴിയുമ്പോൾ, പ്രതീക്ഷിക്കാതെ മക്കളുടെ വഴി ആ ദൈവ വഴിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഒരുപാട് മാതാപിതാക്കൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അച്ഛാ എന്തിൻ്റെ കുറവാണ് ഉള്ളത്? അവിടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും, നമ്മളെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്ത് കുറവാണ് നിങ്ങൾക്ക് വരുത്തിയത്? ഞാൻ എല്ലാം ചെയ്തു തന്നില്ലേ? നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല ഭക്ഷണം തന്നു, നല്ല സംരക്ഷണം തന്നു, നല്ല വസ്ത്രം നൽകി. ഐ വാസ് ജസ്റ്റ് ഡൂയിങ് ദ തിങ്സ്. ഞാൻ നീതിമാനായ ഭർത്താവായിരുന്നു ഞാൻ. എന്തിന്? ചെയ്യുന്നതിൽ. പക്ഷേ എൻ്റെ കോൺഷ്യസ് ലെവലിൽ ഞാൻ നല്ല ഒരപ്പനാണോ? ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നല്ലൊരപ്പനാണോ? ഞാൻ നല്ലൊരമ്മയാണോ? എൻ്റെ ഹൃദയത്തിൽ ഞാൻ നല്ലൊരപ്പനാണോ? ഞാൻ നല്ലൊരമ്മയാണോ? ഇതാണ് പ്രധാനപ്പെട്ടത്. ദൈവം, ഞാനൊരു പുരോഹിതനാണ്, ദൈവം അംഗീകരിക്കുന്നൊരു പുരോഹിതനാണോ ഞാൻ?
ദൈവത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു പുരോഹിതനാണോ ഞാൻ? ഒരു പക്ഷേ എളുപ്പമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു നീതീകരിക്കപ്പെട്ട വ്യക്തിയായിട്ട് നിൽക്കാൻ. കാരണം ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫുൾ ടൈം വചനം പറയുന്നു. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒരു ഇമേജ് ഉണ്ട്. അല്ലെങ്കിൽ അതല്ലല്ലോ ഞാൻ. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നീതീകരിക്കപ്പെട്ടൊരു വ്യക്തിയാണോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടവർ സംതൃപ്തി അനുഭവിക്കും എന്ന് വചനം പറയുക. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ശരിയാകാനല്ല, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല വ്യക്തിയാകാൻ ഞാൻ എന്തോരം ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല വ്യക്തിയാകാൻ ഞാൻ എന്തോരം ശ്രമിക്കുന്നുണ്ട്. ഞാൻ റൈച്ചസ് പേഴ്സണാണ് ആണോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ ചെയ്യുന്ന കാര്യമല്ല, ഞാൻ ആയിരിക്കുന്ന കാര്യമാണ്. ഞാൻ ആയിരിക്കുന്ന കാര്യമാണത്. ഞാൻ ആയിരിക്കുന്നൊരു തലമാണത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു തലം, ഞാൻ ഒരു ദൈവം അംഗീകരിക്കുന്ന ഒരു ഉള്ള് എനിക്ക് ഉണ്ടോ? ദൈവം അംഗീകരിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ടോ? ജോസഫിൻ്റെ ജീവിതം അതായിരുന്നു. അദ്ദേഹം ദൈവം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഞാനൊരു ഭർത്താവിനെ കണ്ടുമുട്ടി. ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിലാണ്. വിവാഹം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾക്ക് മണ്ഡപത്തിലേക്ക് പോയപ്പോൾ, വിവാഹം പള്ളിയിൽ വെച്ച് നടത്തി. ആ പള്ളിയിൽ 2 വിവാഹമുണ്ടായിരുന്നു. പള്ളിയോട് ചേർന്നുള്ള ഹോള് അവർക്ക് കിട്ടിയില്ല. കുറച്ച് ദൂരെയുള്ളൊരു ഹോളിലേക്ക് പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഭാര്യ, ഈ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി, ഡോർ തുറന്ന് വഴിയിലേക്ക് വീഴുകയും അവളുടെ ശരീരത്തിലൂടെ ഒരു വാഹനം കയറിയിറങ്ങുകയും വിവാഹം കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ അവൾക്ക് അരക്കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. കിടപ്പിലായൊരു പെൺകുട്ടി. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി, അവളുടെ മാതാപിതാക്കൾ ഒക്കെയുണ്ട്. ഈ ഒരു വിഷമിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഞാൻ കുറച്ച് സമയമൊക്കെ ഇരുന്ന് അവരുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നത് കൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനാണ് ഭർത്താവ്. അപ്പോൾ ഈ ഭർത്താവ് വരുന്നതിന് മുമ്പ് ഈ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാവി എങ്ങനെയെന്നറിയില്ല. എനിക്ക് സങ്കടം ഞാൻ ഈ കിടക്കുന്നതിനോർത്തല്ല, എൻ്റെ ചേട്ടായി ഓർത്താണ്, എൻ്റെ ഭർത്താവിനെ ഓർത്താണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നുണ്ട്, വേറെ വിവാഹം കഴിക്ക്, പക്ഷേ അതൊന്നും ചെയ്യില്ല അച്ഛാ. അങ്ങനെ പുള്ളി പറഞ്ഞു, എൻ്റെ അച്ഛാ, അവൾ തമാശ പറയുന്നതാ. കാരണം ഞാൻ അവൾക്ക് കൊടുത്ത ഉറപ്പല്ല ഈ വിവാഹം, ഞാൻ ദൈവത്തിന് കൊടുത്ത ഉറപ്പാണ് ഈ വിവാഹം. ഞാൻ അവൾക്കല്ല കൊടുത്തത്. ഇന്ന് മുതൽ മരണം വരെ ഞാൻ നിന്ന് നോക്കിക്കോളാം. ഇത് അവൾക്ക് ഞാൻ കൊടുത്തതല്ല, ദൈവത്തിന് കൊടുത്ത ഉറപ്പാച്ചാ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഈ 37 വയസ്സുള്ള, അല്ലെങ്കിൽ ഒരു 34 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അച്ഛാ, ഇവൾ എന്ന പുണ്യം എൻ്റെ ജീവിതത്തിൽ ഭാര്യയായി വന്നതിന് ശേഷം ഇന്ന് വരെ മനസ്സുകൊണ്ട് പോലും ഞാൻ ഇവളോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ല. അച്ഛാ, ഇവളെന്ന പുണ്യം എൻ്റെ ജീവിതത്തിൽ ഭാര്യയായി വന്നതിന് ശേഷം
മനസ്സുകൊണ്ട് പോലും ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടില്ല. അറിയാതെ ഞാനെന്ന പുരോഹിതൻ അല്പം തലകുനിച്ചു. അവള് അരക്ക് കീഴ്പോട് തളർന്നു കിടക്കുന്ന ഒരു ഭാര്യ പറയുകയാണ്, മനസ്സുകൊണ്ട് പോലും അവിശ്വസ്തത കാണിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് നോട്ട് മൈ കമ്മിറ്റ്മെന്റ് ടു മൈ വൈഫ്. ഇതെൻ്റെ ഭാര്യയോടുള്ള ഒരു വിശ്വസ്തതയല്ല, ഇത് ദൈവത്തോടുള്ള വിശ്വസ്തതയാ. ഇവിടെയാണ് അദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹം ദാഹിക്കുന്നുണ്ട്, അല്ലേ? അദ്ദേഹം വിശക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? എനിക്കുറപ്പുണ്ട് അദ്ദേഹം ആ ദൈവത്തിൻ്റെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും വിശ്വസ്തത പാലിക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരോട് വചനം പറയുകയാണ്, നീ സംതൃപ്തനാകും. ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഇത് നമുക്ക് ഡബിൾ മുഖം വരികയാ. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ ഡബിൾ മുഖം വരികയാ, സമർപ്പിത ജീവിതത്തിൽ വരികയാ. ഞാൻ ഒരച്ഛനായിട്ട് പള്ളിയിൽ കുർബാന ചെല്ലുന്നുണ്ട്, എല്ലാ ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ട്, കുമ്പസാരിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർക്കേണ്ട കാര്യം, ആം ഐ ജസ്റ്റ് ബിഫോർ ഗോഡ്? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്ന, ദൈവം നീതീകരിക്കുന്ന ഒരു പുരോഹിതനാണോ? ആ ചിന്ത നമുക്കിന്നില്ല. ഇടവക്കാരുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ നല്ല അച്ഛനാവുക, ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ മുമ്പിലാകണം എന്നൊരു ചിന്തയില്ല എങ്കിൽ നീ ഒരിക്കലും നിന്റെ സമർപ്പിത പൗരോഹിത ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കില്ല. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ, എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ നല്ല ഭർത്താവാകണം, എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നല്ല ഭാര്യയാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വ്യക്തിയാകണം, മറ്റുള്ളവർ കാണുമ്പോൾ നല്ലൊരു വിശ്വാസിയാണെന്ന് പറയണം. ഇതിനപ്പുറത്ത് നിനക്കുള്ളിൽ അങ്ങനൊരു വിശുദ്ധിക്ക് വേണ്ടി താല്പര്യമില്ല എങ്കിൽ നീ സംതൃപ്തി അനുഭവിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. അപ്പോൾ നമ്മളിലൊക്കെ വരുന്ന, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വരുന്ന ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ എല്ലാ ഇടങ്ങളിലും, എല്ലാ തലങ്ങളിലും, പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഞാൻ എന്തോരം ത്യാഗമെടുക്കുന്നുണ്ട്. അത് നമുക്കില്ല എന്നതാണ്. നമുക്ക് ആ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറണം. ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടവനായിട്ട് ജോസഫ് മാറി എന്ന് വെച്ചാൽ അദ്ദേഹം ഹി വാസ് ഫെയ്ത്ത്ഫുൾ ടു ഗാഡ്. ദൈവത്തോട് 100% വിശ്വസ്തൻ, ഭാര്യയോട് 100% വിശ്വസ്തൻ, കുഞ്ഞിനോട് 100% വിശ്വസ്തൻ. നമ്മളൊക്കെ ചില സ്ഥലത്ത് ഭയങ്കര ഫെയ്ത്ത്ഫുള്ളാ, ചില സ്ഥലത്തല്ല, അല്ലേ? എൻ്റെ പ്രൊഫഷനോട് 100% കമ്മിറ്റ്മെൻറ്റ്, ബട്ട് എൻ്റെ വിവാഹ ജീവിതം ആകെ താറുമാറാണ്. നല്ല പ്രൊഫഷണലാണ് ഞാൻ, നല്ല ഡോക്ടറാണ്, നല്ല വക്കീലാണ്, നല്ല ഒരു ആക്ടറാണ്, നല്ലൊരു ആക്ട്രസ്സാണ്, ബട്ട് മൈ ഫാമിലി ലൈഫ് ഈസ് സോ, എൻ്റെ ഫാമിലി ലൈഫ് മൊത്തം കുളമായിരിക്കുന്നു. എങ്ങനെ പറയാൻ പറ്റും നീ വിശ്വസ്തനാണ് എന്ന്? യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ. എൻ്റെ പ്രൊഫഷനോട് ഞാൻ വിശ്വസ്തനാണ്, പക്ഷേ എൻ്റെ ബാക്കി തലങ്ങളെല്ലാം പരാജയമാണ്. ഇപ്പോൾ ഞാനൊരു പുരോഹിതനാണ്, എൻ്റെ ശുശ്രൂഷ വചനപ്രഘോഷമാണ്. വചനപ്രഘോഷത്തിനോട് ഞാൻ 100% വിശ്വസ്തൻ. ഞാൻ വചനം പ്രഘോഷിക്കുന്നു, പക്ഷേ എൻ്റെ സ്വകാര്യത, എൻ്റെ അതർ ലൈഫ് ഈ സ്റ്റേജിലല്ലാത്ത, ഈ ക്യാമറയുടെ മുൻപിൽ അല്ലാത്ത ഒരു ലൈഫ് എനിക്കുണ്ട്. ഞാനായിരിക്കുന്ന സമൂഹമുണ്ട്, എൻ്റെ സഭയുണ്ട്, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ട്. ഞാൻ അവിടെ എങ്ങനെയാണ്? ക്യാമറയിൽ നിങ്ങളെന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിങ്ങളെന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ 1000 പേരുടെ മുമ്പിൽ നിങ്ങളെന്നെ കാണുമ്പോൾ,
ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ചിന്തിക്കും, അങ്ങേയറ്റം വചനപ്രഘോഷത്തിനോട് വിശ്വസ്തനായൊരച്ഛൻ, ദൈവത്തോട് വിശ്വസ്തനായൊരച്ഛൻ. പക്ഷേ അതല്ല പ്രധാനപ്പെട്ടത്. നമ്മുടെ ബാക്കി തലങ്ങൾ, ഒരു അതർ ഷെയ്ഡുണ്ട്. ഈ അതർ ഷെയ്ഡ് എങ്ങനെയുണ്ട്, മറ്റൊരു തലം എങ്ങനെയുണ്ട്, ഇത് പ്രധാനപ്പെട്ടതാ. കഴിഞ്ഞ ദിവസമാണ് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു. ആ സഹോദരി പൊട്ടിക്കരഞ്ഞൊരു കാര്യം ഇതാ, അച്ഛാ. ആ സഹോദരി ഞാൻ ഒരിക്കലും ഒരു ചിരിയോടുകൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് വല്ലാതെ കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. മക്കള്, ഈ സഹോദരി എല്ലാം വളരെ ശാന്തമാണ്. 2 പെൺകുട്ടികൾ, ഒരു മോനുണ്ട്. വളരെ ശാന്തമാണ്, പ്രാർത്ഥിക്കുന്ന, പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലൊക്കെ പോകുന്ന. ഈ ഹസ്ബൻഡാണെങ്കിൽ എല്ലാ അച്ഛന്മാരുടെയും ക്ലോസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, എല്ലാവരുടെയും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, പള്ളിയിലെ ഏത് കാര്യത്തിന് മുമ്പിലുള്ള വ്യക്തി. എന്നാൽ ഈ സഹോദരനോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ ചിലപ്പോൾ വിശ്വസിക്കില്ല, ഞങ്ങളുടെ കുടുംബം ദുരിതമാണച്ഛാ. ഒരു സമയം പോലും സ്വസ്ഥതയില്ല. വലിയ പിള്ളേരല്ല അച്ഛാ, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് പറയുന്ന വാക്ക്, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് പറയുന്ന കാര്യങ്ങൾ എൻ്റെ അച്ഛാ ചന്തയിൽ പോലും പറയില്ല അച്ഛാ. അതുപോലത്തെ വാക്ക ഈ അമ്മ പറയുക. എൻ്റെ 23 വർഷത്തെ വിവാഹ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. സഹിക്കാൻ പറ്റാതെ അയച്ച, ഇപ്പം പിള്ളേരൊക്കെ വലുതായച്ച, അവർക്കൊക്കെ തിരിച്ചറിവിൻ്റെ പ്രായം അയച്ച, അച്ഛാ ഞാനിത് പറഞ്ഞാൽ എനിക്കുറപ്പുണ്ട് അച്ഛനുൾപ്പെടെ ഒന്ന് വിശ്വസിക്കാൻ മടിക്കും. ഇതൊക്കെ ഈ വ്യക്തിയിൽ നിന്നുണ്ടാകുന്നതാണെന്ന് അച്ഛനുൾപ്പെടെ ഒന്ന് വിശ്വസിക്കാൻ മടിക്കും. പക്ഷേ അച്ഛാ, ഇത്രയും നാൾ ഞാൻ എൻ്റേത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ കുട്ടികളായി, വലിയ മക്കളായി. അച്ഛാ, എങ്ങനെയെങ്കിലും 3 പേരും ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് മാത്രം എൻ്റെ ആഗ്രഹം. വിദേശത്തേക്ക് പോകണം എന്ന് മാത്രം എൻ്റെ ആഗ്രഹം. അവരുടെ മനസ്സിൽ അപ്പനെക്കുറിച്ചുള്ള ഇമേജ് മോശമാണ് അച്ഛാ. എനിക്ക് ഒരു ഷോക്കായിരുന്നു ഈ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. കാരണം എനിക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഇങ്ങനൊരു അതർ ഷെയ്ഡ് ഒരിക്കലും, നെവർ ഐ എക്സ്പെക്റ്റഡ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു ഷെയ്ഡ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മളൊക്കെ ലോകം അറിയാതെ പോയ നല്ല നടന്മാരും നടിമാരുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ലോകമറിയാതെ പോയ നല്ല നടന്മാരും നല്ല നടിമാരും നമ്മുടെ ജീറ്റിലുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഫേമസ് നടന്മാരെക്കാൾ ഓസ്കാറും നാഷണൽ അവാർഡും കിട്ടാൻ പാകത്തിന് ഉള്ള നടന്മാർ നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതല്ല ബൈബിൾ റൈച്ചസ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈബിൾ നീതീകരിക്കപ്പെട്ടവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജോസഫ് മറിയത്തോന് കൊടുത്ത നീതിയല്ല, ജോസഫ് ഉണ്ണിയേശുവിന് കൊടുത്ത നീതിയല്ല. ജോസഫ്, ദ പേഴ്സൺ ഹിംസെൽഫ് വാസ് ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ് ആൻഡ് ബിഫോർ മാൻ. ആ വ്യക്തി ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒരേ വ്യക്തിയായിരുന്നു. അതാണ് സംതൃപ്തിയുടെ കാരണം. ഇല്ലെങ്കിൽ സംതൃപ്തി കിട്ടില്ല. നമുക്ക് തോന്നും ആ വ്യക്തി സംതൃപ്തിയുള്ള വ്യക്തിയാണ്, നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല ജോലി, സംതൃപ്തി ഉണ്ടെന്ന് തോന്നും. സംതൃപ്തി ഇൻസൈഡ്, മനസ്സിൽ സംതൃപ്തി അനുഭവിക്കില്ല. പൗരോഹിത്യത്തിൻ്റെ സംതൃപ്തി, ദാമ്പത്യ ജീവിതത്തിൻ്റെ സംതൃപ്തി, കുടുംബ ബന്ധങ്ങളുടെ സംതൃപ്തി ഉള്ളിൽ വരില്ല. ഞാൻ എന്തോരം വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീതിയുള്ള വ്യക്തിയായിട്ട് മാറാൻ. ദൈവം അംഗീകരിക്കുന്ന ഉള്ള് അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ എളിമയുണ്ടാകണം, എന്നിൽ ശാന്തതയുണ്ടാകണം, എന്നിൽ പ്രിയപ്പെട്ട ദൈവാശ്രയം ഉണ്ടാകണം, എന്നിൽ കരുണയുണ്ടാകണം, എന്നിൽ സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹമാണ് വേണ്ടത്. ഇത് സ്നേഹമല്ല, മറ്റേ സ്നേഹമല്ല.
സ്നേഹമാണ് ഉള്ളിൽ വേണ്ടത്. ഈ സ്നേഹം നമുക്കില്ല. മറിച്ച് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു അഭിനയമാണ്. അപ്പം സംതൃപ്തി കിട്ടുന്നില്ല. അപ്പം ഞാൻ അല്ലേ സംതൃപ്തനാവുന്ന എപ്പോഴാ? ഫിലിപ്പോസ് പറഞ്ഞു, പിതാവിനെ കാണിച്ചു തരിക, സംതൃപ്തി ഉണ്ടാവും. എന്ന് വെച്ചാൽ ദൈവമായിട്ടുള്ള റിലേഷൻ, ആ സ്നേഹത്തിലുള്ള റിലേഷൻ വരുമ്പോഴാണ് സംതൃപ്തി. ഇല്ലെങ്കിൽ സംതൃപ്തിയില്ല. ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് നമുക്ക് സംതൃപ്തി കിട്ടില്ല. നമ്മളായിരിക്കുന്നതാണ് നമുക്ക് സംതൃപ്തി കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് സംതൃപ്തി കിട്ടില്ല. ഉദാഹരണത്തിന് ഞാൻ ഒരാളെ സഹായിച്ചു. ആ സഹായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ? ഞാൻ സഹായിച്ചത് ഒരു 50 പേർ അറിയണം, അത് ഇടവകക്കാർ മുഴുവൻ അറിയണം. സോ എനിക്കവിടെ പ്രതിഫലം കിട്ടി. അതുകൊണ്ട് ഈശോ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ ആരും കാണാതെ കൊടുക്കണമെന്നും അത് നിങ്ങൾ സ്വർഗ്ഗസ്നായ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ കാണണം ഇതാണ്, ഈ സംതൃപ്തി നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കിട്ടും. എൻ്റെ കുടുംബത്തിൽ എനിക്ക് എപ്പോഴാണ് സംതൃപ്തി കിട്ടുന്നത്? ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഒരുപോലെ വ്യാപരിക്കുമ്പോൾ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഒരുപോലെ ആയിരിക്കുക. അപ്പോൾ അതാണ് വചനം പറയുന്നത്, നീതിക്ക് വേണ്ടി വിശക്കുക ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. എന്ന് വെച്ചാൽ റൈച്ചസിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാ. ഈ ജോസഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവം അംഗീകരിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാൻ. അല്ലേ? ജോബിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ജോബിനെ പോലെ ആരാ ഉള്ളത് ദൈവഭയമുള്ള? അതിൻ്റെ കാരണം എന്താ? ജോബ് എല്ലാവരുടെയും മുമ്പിൽ സമ്പന്നനാണ്, കുടുംബമാണ്. പക്ഷെ ജോബ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അബ്രാഹാം എപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്? അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ എനിക്ക് ബലിയർപ്പിക്കുക. അതൊരു ഷോ അല്ല, മറിച്ച് അബ്രാഹാം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവനെ ബലിയർപ്പിക്കുവാൻ തയ്യാറാവുകയാണ്, വിശക്കുകയാണ്, ദാഹിക്കുക. എന്തിനു വേണ്ടി? ദൈവത്തെ അനുസരിക്കുന്നൊരു വ്യക്തിയാകാൻ. അവർ സംതൃപ്തരാക്കപ്പെടും എന്ന് വചനം പറയുന്നു. അപ്പോൾ ഔസേപ്പിതാവ് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ഒരു വൈദികനാണെങ്കിൽ, ഞാൻ ഒരു ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നൊരു വ്യക്തിയാണോ? ദൈവത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഇത് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് എൻ്റെ വിഷയമായിട്ട് മാറണം. എൻ്റെ ആത്മശോധനയുടെ, എൻ്റെ അനുതാപത്തിൻ്റെ വിഷയമായിട്ട് മാറണം. ഞാൻ ഒരു സക്സസ് ആണ് എന്ന്, ഞാൻ ഒരു വിജയമാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ മാത്രം പോരാ. ഞാൻ ഉള്ളിൽ അങ്ങനെയാണോ? ദൈവത്താലും മനുഷ്യരാലും ഒരുപോലെ. അല്ല, യേശുവിനെക്കുറിച്ച് മനോഹരമായൊരു വചനമാണ്, അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ജ്ഞാനത്തിലും വളർന്നു വന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ആര് വളർത്തി? ജോസഫ് വളർത്തി. ജോസഫ് കൊച്ചിനെ വളർത്തിയത് എങ്ങനെയാ? മനുഷ്യരുടെ പ്രീതിയിലല്ല. മനുഷ്യൻ പറഞ്ഞു നല്ല മാർക്ക് മേടിച്ചു, നല്ല പയ്യനാണ്, അതല്ല. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ മകനെ വളർത്തി. അങ്ങനെ വളർത്താൻ പറ്റണമെങ്കിൽ അപ്പൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തലം ഉണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബനാഥന്മാർ ഓർക്കണം, അമ്മമാർ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കാര്യം, അവിടെയാണ് നമ്മുടെ കുടുംബത്തിൽ സംതൃപ്തി വരുന്നത്. സംതൃപ്തി എന്ന് പറയുന്നത് എന്തെങ്കിലും ഉള്ളത് കൊണ്ട് കിട്ടുന്നൊരു കാര്യമല്ല. സംതൃപ്തി, സന്തോഷം എന്ന് പറയുന്നത് ഒരാൾ ആയിരിക്കുന്ന അവസ്ഥ അയാൾക്ക് തരുന്ന അനുഗ്രഹമാണ്. മറ്റത് ഒരു പ്ലഷർ ആണ്, മറ്റത് ഒരു സന്തോഷമാണ്. അതൊരു സംതൃപ്തി അല്ല. ഒരു പ്ലഷർ എനിക്ക് തരുന്നുണ്ട്, അല്ലേ? ഒരു
സുഖം എനിക്ക് തരുന്നുണ്ട്, ഒരു സന്തോഷം എനിക്ക് തരുന്നുണ്ട്. പക്ഷെ അതൊരു സംതൃപ്തിയല്ല. സംതൃപ്തി, ഐ ആം സാറ്റിസ്ഫൈഡ്, മതി, സാറ്റിസ്ഫൈഡ്. സംതൃപ്തി ഇല്ലാതാകുന്നു ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം സംതൃപ്തരല്ല നമ്മൾ. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ആരോട് ചോദിച്ചാലും പറയും സംതൃപ്തരല്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ജസ്റ്റല്ല, നമ്മൾ ഉള്ളിൽ ജസ്റ്റല്ല, ഉള്ളിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നവരല്ല. അതാണ് നമ്മുടെ സംതൃപ്തി നശിപ്പിക്കുന്നത്. പുറമേ അല്ല, പുറമെയുള്ള യാഥാർത്ഥ്യങ്ങളോ പ്രശ്നങ്ങളോ അല്ല സംതൃപ്തി നശിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ സത്തയിൽ എങ്ങനെയായിരിക്കുന്നു, ഞാൻ എങ്ങനെയായിരിക്കുന്നു, ഞാൻ പുറമേയും ഉള്ളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവസ്നേഹത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഞാൻ സംതൃപ്തനാകും. അപ്പോൾ നമ്മൾ ഔസേപ്പിതാവ് നീതിമാനാണെന്ന് പറയുമ്പോൾ നീതി കൊടുത്തു എന്ന് മാത്രമല്ല, ആ നീതിമാനാകാൻ അദ്ദേഹം എടുത്ത ത്യാഗമുണ്ട്. ആ നീതിമാനാകാൻ, ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീതിമാനാകാൻ അദ്ദേഹം കാണിച്ചൊരു ഡിസിപ്ലിനുണ്ട്, അദ്ദേഹം കാണിച്ച ഒരു സമർപ്പണവും സഹനവും ഉണ്ട്. പ്രിയപ്പെട്ടവർ, അതാണ് ആ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ. അവൻ ഭാഗ്യവാൻ, അവൻ സംതൃപ്തി ലഭിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആരാധനയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വകാര്യത, ഈശോ പറഞ്ഞു നിങ്ങളുടെ പുറമല്ല ഉള്ളാണ് ശുദ്ധമാക്കേണ്ടത്. അതിനാൽ ആ ഒരു മാറ്റം, നമ്മൾ ഉള്ളിലും പുറമേയും ഒരേ വ്യക്തിയായിട്ട് മാറുവാൻ ഉള്ള ഒരു ഭാഗ്യം, ഒരു കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് നവീകരിച്ച് ഒരു പുതിയ ആനന്ദത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ
പ്രിയപ്പെട്ടവരെ, ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവ് നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ സുവിശേഷം പറയുന്നു, ആരെയാണ് സുവിശേഷം ഭാഗ്യപ്പെട്ടത് എന്ന് വിളിക്കുന്നത്? അടുത്ത വചനം ഇതാണ്: നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഒറ്റ വായനയിൽ നമുക്ക് തോന്നും മറ്റൊരാൾക്ക് നീതി കിട്ടാൻ വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെയല്ല. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് റൈച്ചസ്നെസ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഡൂയിങ് ജസ്റ്റ്, നീതി ചെയ്യുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്. ബീയിങ് ജസ്റ്റ്, നീതിമാൻ ആയിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. വിശുദ്ധ യൗസേപ്പിതാവ് നീതിമാനാണെന്ന് പറയുമ്പോൾ, റൈച്ചസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ, ഹി വാസ് ജസ്റ്റ് ബിഫോർ ഗാഡ് ആൻഡ് മെൻ. അദ്ദേഹം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഒരുപോലെയായിരുന്നു. അദ്ദേഹം വിശുദ്ധി ഉള്ള വ്യക്തിയായിരുന്നു. അതിനാൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, വചനം പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ ഇപ്രകാരം പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ: ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. വിശുദ്ധ യൗസേപ്പിതാവ് ദൈവഹിതം തിരിച്ചറിഞ്ഞു. തൻ്റെ തലയിൽ രൂപപ്പെട്ട ഒരു ഹിതമുണ്ട്, മറിയത്തെ ഉപേക്ഷിക്കുക. എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞു, യഥാർത്ഥ നന്മയെന്നത് തിരിച്ചറിഞ്ഞു. ദൈവഹിതം മറിയത്തെ സ്വീകരിക്കുക എന്നതാണെന്നും അതിലൂടെ വെളിപ്പെടുന്ന നന്മ യേശുവെന്ന ലോകരക്ഷകനാണെന്നും ജോസഫ് തിരിച്ചറിഞ്ഞതിൻ്റെ കാരണമാണ് പൗലോസ് ലീഹ പറയുന്നത്, അദ്ദേഹം തൻ്റെ ശരീരത്തെ, തൻ്റെ മനസ്സിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു. അദ്ദേഹം തൻ്റെ ശരീരത്തെ ഒരു ബലിയായിട്ട് സമർപ്പിച്ചു. ബലിയിലാണ് ദൈവം വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായിട്ട് വയ്ക്കുക. അല്ലേ? നമുക്കറിയാം, ഒരു വൈദികൻ കയ്യിൽ അപ്പമെടുത്ത് പിടിക്കുമ്പോൾ, ഒരു വൈദികൻ കയ്യിൽ കാസയെടുത്ത് പിടിക്കുമ്പോൾ, ആ വൈദികൻ്റെ പിന്നിൽ നിന്ന്, ആ വൈദികൻ്റെ അടുത്ത് നിന്ന് യേശു ആ കുർബാനയിൽ പങ്കെടുക്കുന്ന മക്കളോട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഈ വൈദികൻ്റെ കയ്യിലുള്ള അപ്പത്തിലേക്ക്, ഈ വൈദികൻ്റെ കയ്യിലുള്ള കാസയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തെ ഈ വൈദികൻ്റെ കയ്യിലുള്ള അപ്പത്തിലേക്ക്, ഈ കാസയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. ഇതാണ് യേശു യാചിക്കുന്നത്, യേശു ചോദിക്കുന്നത്. നിങ്ങൾ ഇത് സമർപ്പിക്കുക. ഇത് ആരാധനയാണ്, നിങ്ങൾ സമർപ്പിക്കുക. അപ്പം എന്തായിട്ട് മാറും? കുറച്ച് കഴിയുമ്പോൾ ഈ വൈദികൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം
യേശുവിൻ്റെ ശരീരമാകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ വൈദികന്റെ കയ്യിലിരിക്കുന്ന കാസയിൽ യേശുവിൻ്റെ രക്തമാകുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നമ്മുടെ ബലഹീനമായ കുടുംബം യേശുവിൻ്റെതായിട്ട് മാറുന്നു. അതാണ് വചനം പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇത് ആരാധനയാകുമ്പോൾ നമ്മുടെ ജീവിതം സംതൃപ്തമായിട്ട് മാറും. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. എനിക്ക് വിശുദ്ധിയിൽ നിൽക്കാനുള്ള ഒരു ദാഹവും വിശപ്പും ഉണ്ടോ? ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് പലയിടങ്ങളിലും എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ എനിക്ക് ഇഷ്ടമാകുന്നുണ്ട്. അവിടെ നഷ്ടപ്പെടുന്നത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, തിന്മയോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. അല്പം സന്തോഷത്തിന് വേണ്ടി, അല്പം സുഖത്തിന് വേണ്ടി, അല്പം നന്മയ്ക്ക് വേണ്ടി തിന്മയോട് കോംപ്രമൈസ് ചെയ്യുന്നു. ഈ തിന്മയോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാനുള്ള ദാഹം, തിന്മയോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാനുള്ള നിർബന്ധ ബുദ്ധി, അതിനാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ കാണും ജോസഫിനെ പഴയ നിയമത്തിൽ പൊത്തിഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ജോസഫിനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ, തിന്മ ചെയ്യാൻ നിന്നുകൊടുത്താൽ അവന് കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ജോസഫ് സ്ട്രഗിൾ ചെയ്യുന്നത്, ജോസഫ് കഷ്ടപ്പെടുന്നത് ആ തിന്മ ചെയ്യാതിരിക്കാനാണ്. തിന്മ ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രമം, തിന്മ ചെയ്യാതിരിക്കാനുള്ള ഒരു ദാഹം എനിക്കുണ്ടോ? ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നു. നമ്മൾ ആത്മീയ ജീവിതത്തിൽ പറയുന്നൊരു കാര്യം ഉപവാസം എടുക്കുമ്പോൾ നമുക്ക് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ദാഹം ഉണ്ടാകും, വിശപ്പുണ്ടാകും. ഈ ഉപവാസം എന്തിനാണ്? ഉപവാസം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ടു ബി വിത്ത് ഗാഡ്, ദൈവത്തോട് കൂടെ ആയിരിക്കുക, കൂടെ വസിക്കുക. ഈ ഉപവാസം നമുക്ക് അറിയാം. നമ്മൾ ഉപവാസം എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്, ചിലപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം നമുക്ക് വെറുതെ ഭക്ഷണമൊന്നുമില്ലാതെ വെള്ളമൊന്നുമില്ലാതെ നിൽക്കാൻ പറ്റും. എന്നാൽ നാളെ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്ന് എങ്ങും ഇല്ലാത്ത ദാഹവും വിശപ്പുമാണ്. ഒരു ദിവസം ഉപവാസം എടുക്കാനെങ്ങാനും തീരുമാനിച്ചാൽ അന്ന് എങ്ങും ഇല്ലാത്ത വിശപ്പും ദാഹവും കൊതിയുമാണ്. അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവന് സംതൃപ്തി ലഭിക്കും. അതറിയണമെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം, നമ്മൾ ഒരു ദിവസം ഫുൾ ഉപവാസം എടുക്കുക. ആദ്യത്തെ ഒരു 3 മണിക്കൂർ ഭയങ്കര കഷ്ടമാണ്. പക്ഷേ ഉപവാസം എടുത്തു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്പിരിച്വൽ ഒരു ആനന്ദമുണ്ട്, ഒരു ആത്മീയ ആനന്ദമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ പറഞ്ഞത്, അതൊരു സംതൃപ്തിയാണ്. മറ്റത് നമുക്ക് കിട്ടും, തിന്മ നമുക്ക് തരും. തിന്മ നമുക്ക് എന്ത് തരും? സന്തോഷം തരും. എവറി സിൻ വിൽ ഗീവ് യു മൊമെന്ററി പ്രഷർ. എല്ലാ പാപവും നമുക്ക് സന്തോഷം തരും. ഒരു തണുപ്പത്ത് ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ ആ സ്മോക്കിംഗ് അയാൾക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ട്. ഒരാൾ മദ്യം കഴിക്കുമ്പോൾ ആ മദ്യം അയാൾക്ക് കുറച്ച് ആശ്വാസം നൽകുന്നുണ്ട്. ഒരാൾ ഒരു ചീത്ത സിനിമ കാണുമ്പോൾ അയാൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ പാപം അയാൾക്കൊരു പ്രഷർ നൽകുന്നുണ്ട്. എവറി സിൻ വിൽ ഗിവ് യു മൊമെന്ററി പ്രഷർ ഇൻ യുവർ ബോഡി. പക്ഷെ നമുക്കറിയാം, പാപം തരുന്ന സുഖം താൽക്കാലികമാണ്. അതിനപ്പുറത്ത് ഒരു കുറ്റബോധമുണ്ട്, അതിനപ്പുറത്ത് ഒരു നിരാശയുണ്ട്, അതിനപ്പുറത്ത് ഒരു അപകർഷതാബോധമുണ്ട്, അതിനപ്പുറത്ത് എന്നെ കൊള്ളില്ല എന്നൊരു ചിന്ത പിശാച് പറയും. എന്നാൽ നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് ഇറ്റേണലായിട്ടുള്ള നിത്യമായിട്ടുള്ളൊരു സംതൃപ്തി, ആനന്ദം ലഭിക്കും എന്ന് ഈശോ പറയുകയാണ്. നമുക്ക് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. എൻ്റെ കുടുംബത്തിലൊരു തിന്മ വരാതിരിക്കാൻ ഞാൻ എന്ത് മനോഭാവം സ്വീകരിക്കുന്നു? എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു തിന്മ വരാതിരിക്കാൻ എന്ത് മനോഭാവം സ്വീകരിക്കുന്നു? കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ഉപവാസം എടുക്കുന്ന അപ്പനും അമ്മയും എന്നെ ശ്രമിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഒരു തിന്മ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരപ്പനും ഒരമ്മയും എന്നെ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ വചനം, പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സംതൃപ്തരാകും. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ആ വചനം നമുക്ക് ഓർക്കാം. നമുക്ക് ദോഷകരമായിരുന്ന സകലതിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഇതാ
വചനം പറയുന്നു, യേശുവേ, ദുഷ്ടരുടെ കൂടാരത്തിൽ 1000 ദിവസങ്ങൾ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പടിവാതിൽക്കൽ ഒരു ദിവസം കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദുഷ്ടരുടെ വിരുന്നിനേക്കാൾ, ദുഷ്ടരുടെ കൂടാരത്തിലെ സംതൃപ്തിയേക്കാൾ എൻ്റെ ദൈവഭവനത്തിൻ്റെ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിന്മയോട് കോംപ്രമൈസ് ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ. അശുദ്ധിയോട് കോംപ്രമൈസ് ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ. കൊളോസ്സസ് 2:14, കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 2:14, നമുക്ക് ദോഷകരമായിരുന്ന എല്ലാത്തിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന്, എൻ്റെ സമർപ്പിത ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ യേശുവേ കൃപ നൽകണമേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. യേശുവേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും കുടുംബത്തിലും കടന്നു വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ യേശുവേ പൂർണ്ണമാ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കർത്താവേ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം മാറിപ്പോകാൻ, ഒരിക്കൽ പോലും നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനുള്ള നിതാന്തമായൊരു ജാഗ്രത യേശുവേ തരണേ. ഇപ്പോൾ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവേ, നീ ജോഷുവയോട് പറഞ്ഞില്ലേ, നിങ്ങൾ പാപം ചെയ്തു, നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത് നിങ്ങളുടെ കൂടാരങ്ങളിൽ വച്ചു. അതുകൊണ്ട് നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുത്തു മാറ്റുന്നില്ല എങ്കിൽ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല. കർത്താവേ, നീ അരുതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ട്, നീ അരുതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, നീ അരുതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ സമർപ്പിത ജീവിതത്തിലുണ്ട്, നീ അരുതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, നീ അരുതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ബിസിനസ്സിലുണ്ട്, നീ അരുതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ജോലിയിലുണ്ട്. യേശുവേ, നീ അരുതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ട്. യേശുവേ, അതെല്ലാം മാറ്റാൻ കൃപ നൽകണമേ. യേശുവേ, ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും നിന്റെ ബലിയോട്, നിന്റെ വിശുദ്ധ കുർബാനയോട് യേശുവയെ ചേർത്ത് വയ്ക്കുന്നു. ആ ബലിയുടെ യോഗ്യതയാൽ യേശുവേ എല്ലാ തിന്മകളെയും നീ അഴിക്കണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എൻ്റെ ഭവനത്തെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എൻ്റെ ഭവനത്തെ. ഹൃദയത്തോട് ചേർക്കുമ്പോൾ യേശുവേ, നീ ചോദിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നുണ്ട്, മക്കളെ, നിങ്ങൾക്കറിയാൻ പാടില്ലേ, നിങ്ങൾക്കറിവുള്ളതല്ലേ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന്. യേശുവേ, ചില തിന്മകളോടൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും സാരമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഒരു ജനറലൈസേഷൻ ചില പാപത്തിൻ്റെ കാര്യത്തിൽ യേശുവേ എൻ്റെ കുടുംബത്തിൽ വരുന്നുണ്ട്. ചില ജനറലൈസേഷൻ എൻ്റെ
കുടുംബത്തിൽ പാപത്തിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയൊക്കെ എല്ലാവർക്കും മുടങ്ങുന്നതല്ലേ? ഞായറാഴ്ചയൊക്കെ എല്ലാവരും കട തുറക്കുന്നതല്ലേ? ജനറലൈസേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധി, ദാഹം ഇല്ല, ഞങ്ങൾക്കൊരു വിശപ്പില്ല, ഇത് ചെയ്യാതിരിക്കണം, ഇത് ചെയ്യണ്ട, ഈ പാപം ചെയ്യണ്ട. ഞങ്ങൾ ജനറലൈസ് ചെയ്യുന്നു. അതെല്ലാവരും ചെയ്യുന്നതല്ലേ? ഇതൊക്കെ എല്ലാവരും കാണുന്നതല്ലേ? ഇതൊക്കെ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് അല്ലേ? ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ ഞങ്ങൾ ജനറലൈസ് ചെയ്യുന്നുണ്ട്. ചില പാപങ്ങളെ ഞങ്ങൾ ലഘൂകരിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം അതൊരു പാപമാണെന്ന്, എന്നാലും ഞങ്ങൾ അതിനോട് കോംപ്രമൈസ് ചെയ്യുന്നു. ഞങ്ങൾ ഒരു പൊതുധാരണ ഞങ്ങളുടെ തലയിൽ കയറ്റുന്നു. എല്ലാവരും ചെയ്യുന്നതല്ലേ? ഞങ്ങൾക്ക് അത് ഉപേക്ഷിക്കാനുള്ളൊരു നിർബന്ധ ബുദ്ധി, ഒരു ദാഹം, ഒരു വിശപ്പില്ല. യേശുവേ, നീ പറഞ്ഞു നിങ്ങൾ ദാഹിക്ക്, നിങ്ങൾ വിശക്ക്. നിങ്ങൾ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യേണ്ടത് ഇതിനാണ്. ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും വിശുദ്ധിയിൽ നിൽക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീതീകരിക്കപ്പെട്ട മക്കളാകാൻ, നിങ്ങൾ ദൈവമക്കളാകാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യ്. നിങ്ങൾ വലിയ ആനന്ദത്തിലേക്ക്, സംതൃപ്തിയിലേക്ക്, വലിയ കൃപയിലേക്ക് വരും. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ രക്തത്താൽ, നിന്റെ രക്തത്തിൻ്റെ അനന്ത യോഗ്യതയാൽ യേശുവേ വിശുദ്ധീകരിക്കണമേ. ഏതെല്ലാം പാപത്തോട് എവിടെയെല്ലാം ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുവോ, ഏതെല്ലാം തിന്മയോട് എവിടെയെല്ലാം ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുവോ, യേശുവേ, അതെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് നിന്റെ കരുണയിൽ, നിന്റെ സ്നേഹത്തിൽ, നിന്റെ വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. തിരുരക്തത്താലും കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. തിരുരക്തത്താല് കഴുകിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. ഹൃദയത്തോട് ചേർക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് നൽകിയൊരു കുടുംബത്തിൽ, ദൈവം എനിക്ക് നൽകിയൊരു ദാമ്പത്യ ജീവിതത്തിൽ, ദൈവം എനിക്ക് നൽകിയ ഒരു സമർപ്പിത ജീവിതത്തിൽ, ദൈവം എനിക്ക് നൽകിയ ഒരു പൗരോഹിത ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സംതൃപ്തനല്ലാത്തത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ സംതൃപ്തനുമല്ലാത്തത്. ഫിലിപ്പോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഷോ us the Father that we shall be satisfied. പിതാവിനെ കാണിച്ചു തരിക, ഞങ്ങൾ സംതൃപ്തരാകും. എല്ലാ കാര്യത്തിലും ദൈവത്തെ കാണുക. എൻ്റെ രോഗത്തിൽ, എൻ്റെ ദാരിദ്ര്യത്തിൽ, എൻ്റെ പ്രലോഭനത്തിൽ ദൈവത്തെ കാണുക. Then I will become satisfied. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. Show us the Father that we shall be satisfied. നമ്മളിത് പ്രാർത്ഥിക്കണം. അതിന് എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തത്? ജോബ് പറയുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു, പക്ഷെ ഞാൻ നിന്നെ കാണുന്നില്ല. ഇത് നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു? പാപത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തിലുള്ള കാഴ്ചയും നഷ്ടപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്ന് വെച്ചാൽ എൻ്റെ സംതൃപ്തി, ഒരു ദൈവ പൈതലിൻ്റെ സംതൃപ്തി കിട്ടുന്നത് ദൈവത്തോടു കൂടെയാണ്. അതുകൊണ്ടാണ് അഗസ്റ്റിൻ പറയുന്നത്, കർത്താവേ, അങ്ങ് എന്നെ സൃഷ്ടിച്ചു, അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഐ ആം ഡിസ്റ്റർബ്ഡ്. ഞാൻ അസ്വസ്ഥനാണ്, ഞാൻ സംതൃപ്തനല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കുക. നമുക്കറിയാം പാപം എപ്പോഴും ഒരു സുഖം തരുന്നുണ്ട്. പാപത്തിന് പ്ലഷർ നൽകാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ കൽപ്പന തെറ്റുമ്പോഴും ആ പഴത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് കണ്ണിന് നല്ല കാഴ്ചയും
അത് നല്ല രുചിയുള്ളതുമായിരുന്നു. എന്ന് വെച്ചാൽ ദാറ്റ് വാസ് അട്രാക്റ്റീവ്. എല്ലാ പാപത്തിലും ഒരു അട്രാക്ഷൻ ഉണ്ട്. എല്ലാ പാപത്തിലും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു അല്ലേ, ഈശോ പറഞ്ഞു ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വരാതിരിക്കാൻ സൂക്ഷിക്കുക. നമുക്കറിയാം, ഒരു ജീവിക്ക് വേണ്ടി, ഒരു മൃഗത്തിന് വേണ്ടി കെണി വയ്ക്കുമ്പോൾ ആ കെണിയിൽ ആ മൃഗത്തിന് ഇഷ്ടമുള്ളത് നമ്മൾ വയ്ക്കും. ആ മൃഗത്തെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ കെണിയിൽ, ആ ട്രാപ്പിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എല്ലാ പാപത്തിലും ഒരു അട്രാക്ഷനുണ്ട്. ഞാനൊരു കൈക്കൂലി വാങ്ങുമ്പോൾ അട്രാക്ഷനുണ്ട്. ഒരു കൊച്ച് പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുമ്പോൾ അട്രാക്ഷനുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്ത 5 മാർക്കിൻ്റെ ഉത്തരം എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ കോപ്പിയടിക്കുമ്പോൾ 5 മാർക്ക് എന്ന അട്രാക്ഷൻ ആ കുഞ്ഞു തലയിൽ കയറുന്നുണ്ട്. ഞാനൊരു കൈക്കൂലി വാങ്ങിക്കുമ്പോൾ 50,000 രൂപ സാലറിയുള്ള ഞാൻ ഒരു 10,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ എനിക്ക് ഈ മാസം 60,000 രൂപ കിട്ടുമല്ലോ എന്നുള്ള അട്രാക്ഷനുണ്ട്. എല്ലാ പാപവും അട്രാക്ഷൻ തരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ആ പാപം നിനക്ക് സംതൃപ്തി തരില്ല. ആ പാപം, ആ നിനക്ക് കിട്ടിയ ആ 5 മാർക്ക്, ആ 10,000 രൂപ, നിനക്ക് കിട്ടിയ ആ ഒരു പ്രഷർ, പാപത്തിൽ നിന്ന് നീ സ്വീകരിച്ച പ്രഷർ നിനക്ക് സംതൃപ്തി നൽകില്ല. നിന്റെ കുടുംബത്തിന് സംതൃപ്തി നൽകില്ല. നിന്റെ ദാമ്പത്യ ജീവിതത്തിന് സംതൃപ്തി നൽകില്ല. നിന്റെ വരുമാന മാർഗത്തിന് സംതൃപ്തി നൽകില്ല. നിന്റെ എഡ്യൂക്കേഷനിൽ സംതൃപ്തി നൽകില്ല. നമ്മളെ പ്രലോഭിപ്പിക്കുന്നുണ്ട് പാപം. പല വഴികളിൽ, പല രീതികളിൽ, പല സാഹചര്യങ്ങളിൽ നമ്മളെ കെണിയിൽപ്പെടുത്തുവാൻ. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഒരു ദാഹം നൽകണമേ, എൻ്റെ ഉള്ളിൽ ഒരു വിശപ്പ് നൽകണമേ. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാനുള്ള ഒരു വിശപ്പ്, ഒരു ദാഹം യേശുവേ എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് യേശുവിന് പാപത്തെ തോൽപ്പിക്കാൻ പറ്റിയത്? കാരണം പറയുന്നു, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് നയിച്ച യേശുവാണ് പ്രലോഭനത്തെ തോൽപ്പിക്കുന്നത്. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളെ മുഴുവനും വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ കുർബാനയോട് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥന, നീതിക്ക് വേണ്ടി വിശക്കുക, ദാഹിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിക്ക് വേണ്ടി, ദൈവം ഭരിക്കുന്ന കുടുംബമാകാൻ വേണ്ടി എനിക്കൊരു ദാഹം ഉണ്ടാകണം, എനിക്കൊരു വിശപ്പുണ്ടാകണം. അതിനുവേണ്ടി സമർപ്പിക്കാം. യേശുവേ, എല്ലാ പാപത്തിന്റെ മേഖലകളും, അശുദ്ധിയുടെ മേഖലകളും യേശുവേ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ, അഗ്നിയായിട്ട് നിറയണമേ. പ്രാർത്ഥിക്കൂ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നമുക്ക് ഈശോരാശീർവാദം സ്വീകരിക്കാം. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ പോക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും
കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.